വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അധ്യായം 1 29 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ അല്പസമയം ഒന്ന് ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിപ്രകാരമാണ്: യേശു സിനഗോഗിൽ നിന്നും ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് അവരെ സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല. മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവവചനം എന്നും നമ്മളെയൊക്കെ അനിതര സാധാരണമായ വിധത്തിൽ ആത്മീയതയുടെ പടവുകളിലേക്ക് ആനയിക്കും. വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതായതുകൊണ്ട് നമ്മുടെ മജ്ജയിലേക്കും സന്ധിബന്ധങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് മനുഷ്യൻ്റെ വിചാര വികാരങ്ങളെ വെളിപ്പെടുത്തി തരുന്നതാണ്. ഈ കർത്താവിൻ്റെ തിരുവചനം മനസ്സിലാക്കുക, വായിക്കുക, ധ്യാനിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അല്പസമയം ഒന്ന് ധ്യാനിക്കുന്നത് ഇപ്പോൾ വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 29-34 വചനങ്ങളാണ്. അതിൽ ആരംഭത്തിലെ വചനം ഇപ്രകാരം പറയുന്നു: യേശു അവർ സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിൻ്റെ കൂടെ യോഹന്നാൻ്റെ കൂടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിലെ അവരുടെ അമ്മായിയമ്മ, പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. യേശു അവളെ തൊട്ട മാത്രയിൽ സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് ആ അമ്മായിയമ്മ ചെയ്ത കാര്യം, ഉടനെ അവൾ അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഒരാഴ്ചയോ ഒരു മാസമോ കാര്യം അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി. അതിനുശേഷം അവിടുന്ന് രോഗമൊക്കെ മാറി വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഉടനെ തന്നെ വീട്ടിൽ വന്ന് കട്ടിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ രോഗം മാറിയപ്പോഴേ ഉടനെ തന്നെ അവൾ അവരെ ശുശ്രൂഷിച്ചു. അതായത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കർത്താവിനും കൂടെ ഉണ്ടായിരുന്ന ആ യോഹന്നാനും യാക്കോബിനും മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഈശോ കൊടുത്ത സൗഖ്യം അത് പൂർണ്ണമാണെന്നും അത് വളരെ പെട്ടെന്നാണെന്നും ഉള്ളതാണ് ഒരു വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്ന് ഇന്നും ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയാൽ സൗഖ്യം കൊടുക്കുന്ന വിധം സാവകാശമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നാണ്. അതിൻ്റെ പ്രത്യേകത, പഴയ ആരോഗ്യം അതേപടി തിരിച്ചു കിട്ടും ഉടനെ തന്നെ. നമുക്ക് ആശുപത്രിയിൽ ചെന്ന് ചികിത്സകൾക്ക് ഒക്കെ നേടി ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴും പഴയ ആരോഗ്യം തിരിച്ചു കിട്ടണമെങ്കിൽ പിന്നെയും ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ആകുമ്പോഴേ പഴയ ആരോഗ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരികയുള്ളൂ. പക്ഷേ ഇവിടെ കർത്താവ് നൽകുന്ന സൗഖ്യത്തിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. അത് ഉടനടിയാണ്, അതേ സമയത്ത് തന്നെയാണ് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത്. മാത്രമല്ല അത് പൂർണ്ണവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയത്: യേശു അവളെ തൊട്ടു, ഉടനെ പനി മാറി, അവൾ അവരെ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞാൽ പഴയ ആരോഗ്യം ഉടനെ കിട്ടി, അത് പൂർണ്ണമായ ആരോഗ്യം കിട്ടി, പരിപൂർണമായ സ്ഥിതിയിലേക്ക് ആ സ്ത്രീ എത്തി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ക്ഷീണം മാറുന്നത്, രോഗം മാറുന്നത്, അസ്വസ്ഥത മാറുന്നത്, പൈശാചിക ബാധകൾ വിട്ടുപോകുന്നത് പൂർണ്ണതയാണ്, പരിപൂർണമായിട്ടാണ്. കുറേശ്ശെ അല്ല, അത് പെട്ടെന്ന് തന്നെയാണ്. വീണ്ടും ഈ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വൈകുന്നേരമായപ്പോഴാണ് ആളുകളൊക്കെ പിശാചുബാധിതരെ, രോഗികളെ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് പകൽ മുഴുവൻ അവർ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന്. സാബത്ത് ദിവസം പകൽ സമയത്ത് ജോലി ചെയ്യാൻ പാടില്ല. ഒരു ജോലിയിലും ആരും ഏർപ്പെടാൻ പാടില്ല. അതാണ് നിയമം. അതുകൊണ്ട് തന്നെ കർത്താവ് യേശുമിശിഹാ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർ കാത്തിരുന്നു സന്ധ്യ ആകാൻ വേണ്ടിയിട്ട്. കാരണം 6 മണി കഴിഞ്ഞാൽ, ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാം. അതുകൊണ്ട് ചുമടെടുപ്പ്, അന്ന് കാലത്ത് സാബത്ത് ദിവസം ചുമടെടുക്കുന്നത് അത് നിയമവിരുദ്ധമാണ്.
എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്യുന്നത് പോലും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അവർ ചുമടെടുത്തില്ല എന്ന് പറഞ്ഞാൽ രോഗികളെ എടുക്കുക എന്നുള്ളതും നിയമവിരുദ്ധമാണ്. അതൊരു ജോലിയിൽപ്പെടും. അതുകൊണ്ട് അവർ കാത്തിരുന്നു സന്ധ്യയാകുന്നവരെ. ഇനി സന്ധ്യയായപ്പോൾ എല്ലാ രോഗം ബാധിച്ച എല്ലാവരെയും ആളുകൾ അവിടെ കൊണ്ടുവന്നു. ഈശോ അവരൊക്കെ തൊട്ട് സുഖപ്പെടുത്തി. നമ്മൾ ഇന്ന് അല്പനേരം ധ്യാനിക്കുന്ന വചനം ഇതിലൊന്നാണ്. പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സമയത്ത് പിശാചുക്കൾ നീ ദൈവപുത്രനായ മിശിഹായാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാറി പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരിൽ നിന്നും പിശാചുക്കൾ പുറത്തുപോയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നീ മിശിഹായാണ്, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാറി പറഞ്ഞുകൊണ്ട് പിശാചുക്കൾ മനുഷ്യരെ വിട്ടുപോയി. ഉടനെ ഈശോ അവരെയൊക്കെ വിലക്കി, മിണ്ടരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കി. അതിനുശേഷം പിശാചുക്കളെ പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കും കർത്താവ് യേശു മിശിഹ പിശാചുക്കളെ ഇങ്ങനെ മിണ്ടരുതെന്ന് പറയാൻ കാരണം? പിശാചുക്കളോട് മിണ്ടരുത് എന്ന് അതുങ്ങളെ വിലക്കി. താൻ ദൈവപുത്രനാണ് എന്നുള്ള കാര്യം എന്ന സത്യം നീ പറയരുത്, ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞ് പിശാചുക്കളെ വിലക്കിയതിന് ശേഷമാണ് ഈശോ ഓരോരുത്തരിൽ നിന്നും പിശാചുക്കളെ പുറത്താക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഈശോ ഇങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാനുള്ള കാരണം? ഒന്നാമതായിട്ട്, പിശാചുക്കളെ ഈശോ അങ്ങനെ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തരുതെന്നും പറഞ്ഞ് അവരെ മിണ്ടാൻ അനുവദിക്കാതെ പുറത്താക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. പിശാചുക്കളുടെ മേൽ, പൈശാചിക ശക്തിയുടെ മേൽ ഈശോയ്ക്ക് പൂർണ്ണമായ അവകാശമുണ്ട്, പൂർണ്ണമായ നിയന്ത്രണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഒന്നാമതായിട്ട് ഈശോ അവയെ പരിപൂർണമായ വിധത്തിൽ മിണ്ടരുതെന്ന് പറഞ്ഞ് ശാസിച്ച് പുറത്താക്കാനുള്ള കാരണം. താൻ ആരാണ് എന്ന് അതുങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. പിശാചുക്കളുടെ മേൽ, തിന്മയുടെ ശക്തിയുടെ മേൽ തനിക്ക് പൂർണ്ണമായ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 8-9 വചനത്തിൽ നമ്മൾ കാണുന്നത്, യേശു പിശാചിനോട് കൽപ്പിച്ചു, പിശാചെ നീ ദൂരെ പോയെന്ന്. അധികാരമുള്ളവർക്ക് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അധികാരമുള്ളവരെ കൽപ്പിക്കുകയുള്ളൂ. ഇനി മാത്രമല്ല, അധികാരമുള്ളവർ കൽപ്പിച്ചാലേ പറഞ്ഞാലേ മറ്റുള്ളവർ അനുസരിക്കുകയുള്ളൂ. അത് നമുക്കറിയാം. നമ്മുടെ ലോകത്തിൻ്റെ ശൈലി, സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഭരണരീതി നമുക്കറിയാം. ഏതെങ്കിലും ഒരാൾ ചെന്ന് വെറുതെ കൽപ്പിച്ചാൽ ആരും അനുസരിക്കില്ല. അധികാരമുള്ള വ്യക്തി കൽപ്പിച്ചാൽ മറ്റുള്ളവർ എല്ലാവരും അനുസരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹ ഇങ്ങനെ പിശാചുക്കളെ കൽപ്പിക്കാനുള്ള കാരണം മിണ്ടരുത്, താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, പിശാചുക്കളുടെ മേൽ, തിന്മയുടെ ശക്തികളുടെ മേൽ തനിക്ക് പരിപൂർണമായ നിയന്ത്രണമുണ്ടെന്നും അധികാരമുണ്ടെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായി ഈശോ ഇപ്രകാരം ചെയ്തത്. രണ്ടാമത്തെ കാരണം, ഈശോ ഇങ്ങനെ താൻ ദൈവപുത്രനാണെന്ന് പറയരുത് എന്ന് വിലക്കാനുള്ള രണ്ടാമത്തെ കാരണം, പിശാച് പറഞ്ഞിട്ട് വേണ്ട താൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം ലോക ജനത അറിയാനായിട്ട്. മനുഷ്യരെല്ലാവരും ഈശോ ദൈവപുത്രനാണെന്ന് അറിയുന്നത് പിശാച് പറഞ്ഞിട്ടായിരിക്കരുത്. കർത്താവിന് അത് നിർബന്ധമുണ്ട്. നേരെ മറിച്ച് ഈശോ ദൈവപുത്രനാണ് എന്നുള്ള കാര്യം അറിയേണ്ടത് ഈശോയുടെ തന്നെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കർത്താവ് യേശു മിശിഹ പിശാചുക്കളെ വിലക്കിയത്, താൻ ദൈവപുത്രനാണെന്ന് പറയരുത്, അങ്ങനെ മിണ്ടരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാണ് എന്ന്, നമ്മൾ ഓരോരുത്തരും ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മുടെ ശത്രുക്കൾ പറഞ്ഞിട്ട് വേണ്ട ബാക്കിയുള്ളവർ അറിയാനായിട്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ വർത്തമാനം കേട്ടിട്ട് ബാക്കിയുള്ളവർ തിരിച്ചറിയണം, മനസ്സിലാക്കണം. പിശാച് പറഞ്ഞിട്ട് വേണ്ട കർത്താവ് യേശു മിശിഹ ദൈവപുത്രനാണെന്ന് ഈ ലോക ജനത അറിയാനായിട്ട്. അങ്ങനെ അറിയുക എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തം തന്നെയാണത്. കാരണം പിശാച് പറഞ്ഞ് ഒരു വ്യക്തി വിശ്വസിക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ ദയനീയവും ദുരന്തവുമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് കർത്താവ് യേശു മിശിഹ പിശാചുക്കളെ കർശനമായിട്ട് വിലക്കി താൻ ദൈവപുത്രനാണെന്ന് പറയരുത് എന്ന്. മൂന്നാമത്തെ കാരണം,
പിശാചുക്കളെ ഈശോ മിണ്ടാൻ അനുവദിക്കാതിരുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം, സമയത്തിന് മുൻപേ, സമയം ആകുന്നതിന് മുൻപേ പിശാചുക്കൾ ഇതാ കൊട്ടിഘോഷിക്കുകയാണ്, ഇതാ ഈ നിൽക്കുന്നത് ദൈവത്തന്നാണ്, ദൈവത്തന്നാണ്, ദൈവത്തന്നാണ് എന്ന്. സമയമാകുന്നതിന് മുൻപേ ഒരു കാരണവശാലും കർത്താവ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞത്, താൻ ആരാണ് എന്ന് ഒരു കാരണവശാലും ആരോടും പറയരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവത്തനാണെന്ന് പൂർണ്ണമായും ലോക ജനത, ഈ ലോകം മനസ്സിലാക്കേണ്ടത് ഈ സമയത്തിന് മുന്നേ വെളിപ്പെടുത്തപ്പെട്ടിട്ടല്ല, നേരെ മറിച്ച് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതിന് ശേഷമായിരിക്കണം. കാനായിലെ വിവാഹ വിരുന്നിൽ പോലും ഈശോ പറയുന്നു, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. മാത്രമല്ല ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയതിനു ശേഷം യേശുവിനെ, ബാലനായ ഈശോയെ കാണാതായി. മാതാവും യോസേപ്പ് പിതാവും അന്വേഷിച്ച് ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ ഇരുന്ന് അവിടെയുള്ള നിയമജ്ഞരുമായിട്ട് വേദശാസ്ത്രിയുമായിട്ട് തർക്കിക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ടു. ഉടനെ തന്നെ മാതാവ് ചോദിച്ചു, എന്തേ മാനെ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അതായത് സമയമായിട്ടില്ല എന്ന് മാതാവ് പറയുകയാണ്. ഇതാ നിനക്ക് തർക്കിക്കേണ്ട നേരമായിട്ടില്ല, നിനക്ക് നീ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല, വരട്ടെ, കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെയും പിശാച് സമയത്തിന് മുന്നേ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ദൈവപുത്രനാണ് ഈ നിൽക്കുന്നതെന്ന്. അങ്ങനെ സംഭവിച്ചാൽ എന്താ അതിൻ്റെ ആത്യന്തികമായ ഫലം? കർത്താവ് യേശുമിശിഹായുടെ പദ്ധതി മുഴുവൻ പൊളിയും. ഈശോയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള കർത്താവിൻ്റെ ഈ ആത്യന്തികമായ പദ്ധതി തകരാൻ ഇടയാകും പിശാച് ഇപ്പോഴേ സമയത്തിന് മുന്നേ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ. നമുക്കറിയാം, ഒരു വാഴ വെച്ചാൽ അതിങ്ങനെ വളർന്നു വന്ന് കൊലയുണ്ടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ കൊലച്ചു വരുമ്പോഴത്തേനും വെട്ടിയെടുത്താൽ നല്ല ഫലം കിട്ടിയല്ല. റബ്ബർ വെച്ച് അത് വളർന്നു വന്ന് നിശ്ചിത വണ്ണം മരത്തിനാകുന്നതിന് മുന്നേ അത് വെട്ടാൻ തുടങ്ങിയാൽ, പാല് എടുക്കാൻ തുടങ്ങിയാൽ അകാലത്തിൽ റബ്ബർ നശിച്ചു പോകും. നമുക്കറിയാം, 5 മിനിമം 6-7 വർഷമാകുമ്പോഴാണ് ഒരു റബ്ബർ തൈ വളർന്ന് വലുതായി അത് പാല് എടുക്കാൻ മാത്രം വളർച്ച പ്രാപിക്കുന്നതെന്ന്. ഒരു 3 വർഷമാകുമ്പോഴത്തേനും ആ റബ്ബർ തൈ വെട്ടാൻ തുടങ്ങിയാൽ അത് നശിച്ചു പോകും, അതിന് ഫലം കിട്ടിയില്ല. അപ്പോൾ സമയമാകുന്നത് വരെ കാത്തിരിക്കാനായിട്ട് കർത്താവ് യേശുമിശിഹാ തയ്യാറായിരുന്നു. പിശാചുക്കൾ എങ്ങനെയും ഈശോയുടെ പദ്ധതിയെ തകർക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറഞ്ഞ് ഇതാ സമയത്തിന് മുന്നേ കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈശോ കർശനമായി പിശാചുക്കളെ വിലക്കി താൻ ആരാണ് എന്ന് മിണ്ടരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എപ്പോഴാണ് കർത്താവിൻ്റെ സമയം പൂർത്തിയാകുന്നത്? അത് പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ വീണ്ടും സംസ്കരിക്കപ്പെട്ട കർത്താവ് യേശുമിശിഹാ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ സമയമായി എന്നും ഇതാണ് ദൈവപുത്രനെന്നും ലോക ജനത മുഴുവൻ മനസ്സിലാക്കേണ്ട അവസരം. അതല്ലാതെ ഒരത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോഴല്ല, ഒരടയാളം കാണിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് സഹിച്ച് വേദനകൾ ഏറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് സംസ്കാരം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് കർത്താവ് യേശുമിശിഹാ ദൈവപുത്രനാണെന്നുള്ള സത്യം ഈ ഭൂലോക ജനത മുഴുവൻ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ടാണ് പിശാചുക്കളെ മിണ്ടാനായിട്ട് ഈശോ അനുവദിക്കാതിരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, കർത്താവ് അവയെ മിണ്ടാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത കാരണവും ഇപ്രകാരമാണ്. പിശാചുക്കള് ഒരിക്കലും നീ ദൈവപുത്രനല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പോണത്, നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇത് കേൾക്കുമ്പം ധാരാളം ആളുകൾ ഈശോയുടെ അടുത്ത് ഓടിക്കൂടും. ജനം ചിന്തിക്കും, കണ്ടില്ലേ, പിശാചുക്കൾ പോലും പറയുന്നു ഇതാ അത് കർത്താവാണ്, കർത്താവാണ്, കർത്താവാണ്. ഓടിച്ചെന്നോ സൗഖ്യം കിട്ടും. അങ്ങനെ കേവലം ഭൗതികമായ ഒരു സൗഖ്യത്തിനോ ഭൗതികമായ ഒരു അനുഗ്രഹത്തിനോ ഭൗതികമായ വിധത്തിൽ ഏതെങ്കിലും ഒരു വസ്തുക്കൾ കിട്ടുന്നതിനോ വേണ്ടി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തെത്തുമ്പം
പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു. ഓ, ഇത് ദൈവപുത്രനാ. നമ്മൾ മനസ്സിലാക്കും, ശരിക്കും പിശാച് പറഞ്ഞത് സത്യം കേട്ടോ, ദൈവപുത്രനാ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ അനുഗ്രഹം എനിക്ക് കിട്ടുമായിരുന്നോ? ഒന്ന് ഈശോയുടെ അടുത്ത് എത്തിയുള്ളൂ. കാര്യം പിശാചാണെങ്കിലും പിശാചിൻ്റെ വാക്ക് കേട്ട് അത് ദൈവപുത്രനാണെന്ന് അറിഞ്ഞപ്പം ഈശോയുടെ അടുത്ത് എത്തിയുള്ളൂ, എനിക്ക് ആ അനുഗ്രഹം കിട്ടി. ശരിക്കും ദൈവപുത്രൻ തന്നെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന് അടിത്തറയില്ല. ഈ വിശ്വാസം സ്ഥായിയല്ല, തീർത്തും ഉപരിപ്ലവമാണ്. എപ്പോഴൊക്കെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നോ, ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കിട്ടുന്നോ, അപ്പോഴൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും സമയത്ത് എപ്പോഴാണോ ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാതിരിക്കുന്നത്, ഉടനെ എൻ്റെ വിശ്വാസം നശിച്ചു പോകുന്നു. ഇങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് മനുഷ്യരെ കർത്താവിൻ്റെ അടുത്തെത്തിച്ച് ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടി വാങ്ങിച്ചു കൊടുത്ത് അത് ഈശോയാണെന്ന് വിശ്വസിപ്പിച്ച് എപ്പോഴെങ്കിലും കിട്ടാതാകുമ്പോൾ കർത്താവിൽ നിന്നും വിട്ടുപോകുന്ന ഒരു ജനസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് ഈ തന്ത്രം ഇവിടെ പയറ്റി നോക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ അനുഗമിക്കുന്നത്, കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുന്നത്, ഈശോയിൽ വിശ്വസിക്കുന്നത് ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയതുകൊണ്ടായിരിക്കരുത്, ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യം സാധ്യമായതുകൊണ്ടായിരുന്നു. അങ്ങനെ ആയാൽ എന്നാണോ നമുക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നത്, അന്ന് നിരാശപ്പെടും, അന്ന് വിശ്വാസം ക്ഷയിക്കും, നമ്മൾ അവിശ്വാസികളും അന്ധവിശ്വാസികളും ആയിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിനെ കർത്താവ് ശംശിക ശക്തമായിട്ട് വിലക്കി താൻ ആരാണ് എന്ന് പറയരുത്, വെളിപ്പെടുത്തരുത് എന്ന്. അപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ നമുക്കിതിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടതും? ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് പിശാച് പറഞ്ഞിട്ടായിരിക്കരുത്. നമ്മൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു ഭൗതികമായ ഒരു കാര്യം കിട്ടിയിട്ടായിരിക്കരുത്, കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കരുത്. അനുഗ്രഹം കിട്ടുക, അനുഗ്രഹം കിട്ടാതിരിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ അടുത്തെത്തുന്നത് നാലാമതായിട്ട് ഈശോയിൽ നിന്നും ഒരു അനുഗ്രഹം നേടാനല്ല, നേരെ മറിച്ച് കർത്താവിനെ തന്നെ നേടാനാണ്. അതാണ് പ്രത്യേകത. നമ്മൾ അനുഗ്രഹം കേവലം ഒരു അനുഗ്രഹം ഈശോയിൽ നിന്നും പിടിച്ചു പറ്റാനോ നേടിയെടുക്കാനോ ആകരുത്. അതിനു വേണ്ടി മാത്രം ആകരുത് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്, ഈശോയെ തന്നെ നേടിയെടുക്കാനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രത്യേകതയും സവിശേഷതയും ദേവാലയത്തിൽ നമ്മൾ ചെല്ലുന്നതിൻ്റെ കാര്യം, പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, ധ്യാനിക്കാനായിട്ട് പോകുന്നതിൻ്റെ കാരണം ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാകരുത്, കർത്താവിനെ തന്നെ സ്വന്തമാക്കാനായിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ, എൻ്റെ ശരീരത്തിൽ ഇന്ന രോഗമുണ്ട്, നീ അതൊന്നും മാറ്റിത്തരണമേ എന്നല്ല, കർത്താവെ അങ്ങയെ തന്നെ എനിക്ക് തരണമേ എന്നാണ്. ഈശോയെ അങ്ങയെ തന്നെ എനിക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പൊതുവെ പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോകുന്ന എന്തിനാണ്? കുറച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ബാങ്ക് തന്നെ വാങ്ങിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ഏതെങ്കിലും ഒരു വാഹന ചന്തയിൽ ചെല്ലുന്നു, അവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വണ്ടി മേടിക്കാനാണ്. നമുക്ക് ആ വാഹന ചന്ത അങ്ങനെ തന്നെ വാങ്ങിക്കാൻ സാധിക്കണം. ഈശോയുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നത് ഒരു അനുഗ്രഹം പ്രാപിക്കാനായിരിക്കും വേണ്ടി മാത്രമാകരുത്, കർത്താവിനെ തന്നെ സ്വന്തമാക്കാനായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈശോയോട് നമുക്കും ഏറ്റവും സവിശേഷമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ അടുത്ത് ഞങ്ങൾ വരുന്നത് കേവലം ഭൗതികമായ ഒരു അനുഗ്രഹത്തിനോ, ഒരു കടബാധ്യത മാറാനോ, ഒന്ന് രോഗം മാറാനോ വേണ്ടി മാത്രം ഉള്ള പ്രാർത്ഥനയ്ക്കല്ല. നേരെ മറിച്ച് കർത്താവെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തരണമേ, അങ്ങയെ തന്നെ പൂർണ്ണമായും സ്വന്തമാക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടും പൂർണ്ണമായിട്ടുമുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാനും അങ്ങനെ ദൈവകൃപയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കുന്നത്. അതിനായി ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ആലീസ്, സ്ഥലം കുന്നത്തങ്ങാടി. എൻ്റെ മകളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്.
എൻ്റെ മകളുടെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ വെള്ളമില്ലാതെ ചേർപ്പ് ആശുപത്രിയിൽ കിടത്തി. അവിടുന്ന് രാത്രി 12 മണിയായപ്പോൾ പറഞ്ഞു നിങ്ങൾ വേഗം മിഷനിലേക്ക് കൊണ്ടുപോകോളം പറഞ്ഞു. അങ്ങനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വെന്റിലേറ്റർ ഒഴിവില്ല, കുട്ടി തൂക്കം കുറവാണ്, അപ്പോൾ വേഗം നിങ്ങൾ അമൃതയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അമൃതയിലേക്ക് രാത്രി 1 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇതിലെ പോകുമ്പോൾ ജെറുസലേം അതിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അമൃതയിലെത്തി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ 25,000 രൂപ കെട്ടിവെച്ച് കുട്ടീനെ അവിടെ പ്രസവം നടക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ 10 ദിവസം അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ആ 10 ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. ഇവിടേക്ക് ജെറുസലേമിലേക്ക് വിളിച്ച് പറഞ്ഞു പട്ടത്തച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം ഞങ്ങൾ കിടന്ന് ഇത്തിരി വെള്ളം കൂടിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി. പോകും വഴിയിൽ ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അനക്കം കുറഞ്ഞ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ 15 ദിവസം കിടത്തി. അങ്ങനെ 8 മാസം തികഞ്ഞപ്പോൾ മാതാവിനോടും എല്ലാവരും ഈശോയോടും പ്രാർത്ഥിച്ച് 8 മാസം കൃത്യമായപ്പോൾ ഞങ്ങൾക്ക് ഈ ആൺകുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാതെ 2,400 തൂക്കത്തോടു കൂടി തന്നു. 1 മണിക്കൂർ ICUയിൽ കിടത്തിയുള്ള ഒരു കുഴപ്പവുമില്ല. യേശുവേ നന്ദി. യേശുവേ. ഗർഭപാത്രത്തിന്റെ വെള്ളത്തിന്റെ കുറവ് മൂലം ക്ലേശിച്ച ഒരു ഗർഭിണിയുടെയും ഒരു കുടുംബത്തിന്റെയും ദുഃഖം കർത്താവ് എടുത്തു മാറ്റിയതാണ് സാക്ഷ്യത്തിലൂടെ കേട്ടത്. ഒന്ന് കൈകൾ അടിച്ചുകൊണ്ട് ഗർഭധാരണ സമയം ഉണ്ടാകുന്ന എല്ലാ കുറവുകളും എടുത്തു മാറ്റാൻ കർത്താവിന് സാധിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. ദൈവം ആരിലും വലിയവനാണ്, കർത്താവ് മഹത്വമുള്ളവനാണ്. ഈശോ എന്നും നമ്മുടെ ഇടയിലൂടെ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം തുടങ്ങിയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്കൊരു ആദ്യത്തെ മോനുണ്ടായപ്പോൾ ഗർഭപാത്രത്തിൽ വെള്ളമില്ലാതെ മാസം തികയാതെയൊക്കെയാണ് പ്രസവിച്ചത്. ഒത്തിരി അസ്വസ്ഥതകളുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞിൽ. എന്നാലേ 2ാമത്തെ കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ നൽകുകയാണെങ്കിൽ ജെറുസലേം വചന വേദത്തിൽ സാക്ഷ്യമായി പറയാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോട് വന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ മാസം തികഞ്ഞ് ഞങ്ങളുടെ ഒരു മോനെ നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചു. ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കൈകളടിച്ചുകൊണ്ട് വീണ്ടും ഗർഭപാത്രത്തിലെ വെള്ളത്തിന്റെ കുറവ് ഒരു ഗർഭിണികളുടെയും ഒരു അപ്പച്ചമാരുടെയും സങ്കടങ്ങളാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നമുക്ക് മഹത്വപ്പെടുത്താം. പാടുവതി എന്നും